ഒരിക്കൽ വൈദ്യനായ താപസഗുരു ശിഷ്യന്മാരോട് ചോദിച്ചു, ചികിത്സിക്കാൻ ഏറ്റവും വിഷമമുള്ള മുറിവ് ഏതാണെന്ന്. ഒന്നാമത്തെ ശിഷ്യൻ പറഞ്ഞു, വിഷമുള്ള അമ്പുകൾ ഏറ്റുകൊണ്ടുള്ള മുറിവ്. ഗുരു പറഞ്ഞു, അല്ല, പച്ചമരുന്നുകൾ കൊണ്ട് അതിന് ശമനമുണ്ടാക്കാം. രണ്ടാമത്തെ ശിഷ്യൻ പറഞ്ഞു, തീപ്പൊള്ളലേറ്റതും വന്യമൃഗങ്ങളുടെ ആക്രമണത്താലും ഉണ്ടായ മുറിവ്. ഗുരു പറഞ്ഞു, അല്ല. മൂന്നാമത്തെ ശിഷ്യൻ പറഞ്ഞു, ഇരുതല മൂർച്ചയുള്ള വാളുകൊണ്ടുള്ള മുറിവ്. ഗുരു പറഞ്ഞു, അല്ല, ഇവയെല്ലാം പൊറുക്കാനുള്ള മരുന്നുകൾ വൈദ്യശാസ്ത്രത്തിൽ ലഭ്യമാണ്. പിന്നെ ഏതാണ് ആ മുറിവ്? മറ്റൊരു ശിഷ്യൻ ചോദിച്ചു. ഗുരു പറഞ്ഞു, ലോകത്തിൽ ഏറ്റവും ഉണക്കാൻ പ്രയാസമുള്ള മുറിവ് സ്നേഹം എന്ന ഔഷധം പെട്ടെന്ന് നിഷേധിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന മുറിവാണ്. അത് ശരീരത്തെയല്ല, ആത്മാവിനെയാണ് കീറിമുറിക്കുന്നത്. ശത്രുവിന്റെ വാളിന് നമ്മുടെ ശരീരത്തെ മാത്രമാണ് മുറിവേൽപ്പിക്കാൻ കഴിയുക. എന്നാൽ നമ്മൾ കവചമില്ലാതെ മുന്നിൽ ചെന്ന് നിൽക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ അടുത്ത് മാത്രമാണ്. അതുകൊണ്ട് അവർക്ക് മാത്രമാണ് നമ്മുടെ മർമ്മം എവിടെയെന്ന് കൃത്യമായി അറിയാൻ സാധിക്കൂ. അപരിചിതർ എയ്യുന്ന അമ്പിനേക്കാൾ വേദന അത് എയ്യുന്ന ആളുടെ മുഖം നമുക്ക് പ്രിയപ്പെട്ടതാകുമ്പോഴാണ്. ശത്രുതയേക്കാൾ മൂർച്ചയുണ്ട് സ്നേഹം നടിച്ചവർ സമ്മാനിക്കുന്ന നിശബ്ദതയ്ക്ക്. ഒരാളെ ഇല്ലാതാക്കാൻ അയാളെ കൊല്ലേണ്ടതില്ല. സ്നേഹത്തിന്റെ കൊടുമുടിയിൽ കയറ്റിയതിനു ശേഷം പെട്ടെന്നൊരു നിമിഷം കൈവിട്ടാൽ മതി. ആ വീഴ്ച മൂലമുണ്ടാകുന്ന ആഘാതം ഒരു ചികിത്സയ്ക്കും മാറ്റാനാവില്ല. ചേർത്ത് പിടിച്ച വിളക്കിലെ തിരുനാളം മാത്രമേ നമ്മുടെ കൈ പൊള്ളിക്കാറുള്ളൂ. കൈ പൊള്ളിയാലും ആ വെളിച്ചത്തെ ഉപേക്ഷിക്കാൻ വയ്യെന്ന നിർബന്ധ ബുദ്ധിയാണ് പലരുടെയും തോൽവി. സ്നേഹം എന്നത് ഒരു ഉടമ്പടിയല്ല, അത് ഒരു വിട്ടുകൊടുക്കലാണ്. പക്ഷേ അവിടെയും ഒരു ബാലൻസ് ഷീറ്റ് സൂക്ഷിക്കുന്നത് നന്ന്. അപരിചിതർക്ക് നമ്മുടെ ശരീരത്തെ മാത്രമേ തൊടാൻ കഴിയൂ. എന്നാൽ ആത്മാവിനെ തൊട്ടവർ മുറിവേൽപ്പിക്കുമ്പോൾ രക്തം വാർന്നു പോകുന്നത് നഗ്നനേത്രം കൊണ്ട് കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ അത് ഹൃദയത്തിന്റെ ഉള്ളിലായിരിക്കും. അമ്പിന്റെ മൂർച്ചയല്ല, അത് എയ്തവന്റെ മുഖമാണ് ഹൃദയം തകർക്കുന്നത്. ഒരാളെ കൊന്നു തള്ളാൻ വിഷം ആവശ്യമില്ല. സ്നേഹിച്ച് മോഹിപ്പിച്ച ശേഷം ഒരു കാരണവുമില്ലാതെ അവഗണിച്ചാൽ മതി. ആ ശൂന്യതയിൽ അവർ എരിഞ്ഞു തീർന്നുകൊള്ളും. ചേർത്ത് പിടിച്ചവർ തരുന്ന മുറിവുകൾക്ക് ആഴം കൂടും. കാരണം അവർക്ക് മാത്രമേ അറിയൂ എവിടെ തളച്ചാലാണ് നമ്മൾ തകർന്നു പോകുന്നതെന്ന്. ആരെയും സ്വന്തം ലോകമായി കാണാതിരിക്കുക. ആരുടെയും ലോകം മാത്രമായി സ്വയം ചുരുങ്ങാതിരിക്കുക. കാരണം സൂര്യൻ അസ്തമിക്കുമ്പോൾ നിഴൽ പോലും അപ്രത്യക്ഷമാകുന്നു എന്നതാണ് സത്യം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പ്രതികരണങ്ങളാണ് എൻ്റെ മോട്ടിവേഷൻ. താങ്ക്